അല്ലെങ്കിൽ ആളുകൾ നമ്മളൊരു ട്രയൽ റണ്ണിംഗ് ആയിരുന്നു കഴിഞ്ഞൊരു 3-4 വീക്സ് ആയിട്ട്. ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇന്നാണ് നമ്മൾ ട്രെയിനിങ് ഫ്ലോറിൽ ലോഞ്ച് ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആയിട്ട് നടത്താനുള്ള രീതിയിൽ തീരുമാനിച്ചത്. ട്രെയിനിങ് ഫ്ലോർ എന്ന് പറയുന്നത് നോർമലി ഒരു സാധാരണ നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസിലോ പോലെ ജസ്റ്റ് ഒരു കോഡ് കൊടുക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ വ്യൂ ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥലമല്ല. പ്രോപ്പറായിട്ട് നമുക്ക് വന്നിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എറർ വരാനുള്ള ചാൻസ് കുറയാണ് അവിടെ. അത് കമ്മ്യൂണിറ്റി ആവുന്ന സമയത്ത് എറർ വരാനുള്ള ചാൻസ് കുറയാണ്. നമുക്ക് ഹയർ പ്രോബബിലിറ്റി മാത്രം മതി. നമുക്ക് ചെയ്യേണ്ട കാര്യം ചോദിച്ചാൽ പ്രാക്ടീസാണ്. അത് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രെയിനിങ് എന്ന് പറയുന്ന സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്ത് വേണം? ഒരു കറക്റ്റ് ഒരു മോട്ടിവേഷൻ വേണം. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തുന്ന സമയത്ത് ഇവിടെ ട്രെയിനിങ് ഒക്കെ ഉള്ള ഒരു വലിയ ഉപകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ പങ്കെടുക്കാമെന്നുള്ള ആ ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്നതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊരു സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ അത് അത്ര അങ്ങോട്ട് കംഫർട്ട് ആവുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ വേറെ ആരെങ്കിലും ഉണ്ടാവും ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ട്രെയിനിങ് കുറച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വ്യൂ വന്നു, എൻട്രി വ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് മുകളിലോട്ടാണോ താഴോട്ടാണോ രണ്ടുപേരുടെ വ്യൂ നോക്കിയിട്ട് നമുക്കൊരു ബെറ്റർ എൻട്രി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യുക. ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഓവറോൾ പറയുമ്പോൾ എനിക്കൊരു 5ഓളം മെന്റേഴ്സ് എനിക്ക് മൊത്തം ഉണ്ടായിരുന്നു. അതിൽ ആ 5ാമത്തെ ഒരു മെന്ററിൽ നിന്നാണ് ഞാൻ കുറച്ചുകൂടെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ വർഷം മുതലേ ഞാൻ മിസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ ട്രെയിനിങ് ഫോറായിരുന്നു. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇരിക്കുക, ട്രേഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം.